നമസ്കാരം, രുദ്രംബായിയാണ്. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ ഏറ്റവും ഗൗരവമാർന്ന എനിക്ക് കിട്ടിയിട്ടുള്ളത് ജ്ഞാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ദ്രവ്യജ്ഞാനവും അപ്പോൾ ദ്രവ്യജ്ഞാനം ഒരു ജ്ഞാനമാണെന്ന് ആൾക്കാർക്ക് സൂക്ഷ്മ കാരണങ്ങൾ അറിഞ്ഞാലേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. കാര്യം സൂക്ഷ്മം എന്താണ്, സ്ഥൂലം എന്താണ്, കാരണം എന്താണെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം സായിപ്പ് പറഞ്ഞാലേ നമുക്ക് കയറുകൊള്ളല്ല. മലയാളികളുടെ ഒരു സ്വഭാവം ഇപ്പോൾ അറിയാമല്ല. പുതിയ ന്യൂജൻ കാലഘട്ടത്തിൽ തന്നെ രണ്ട് ഇംഗ്ലീഷ് കയറാതെ ഒരു സാധനവും പരിധിയില്ല. ഒരുപാട് പൃഥ്വിരാജുമാരാണുള്ളത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ. അപ്പം നമ്മുടെ സംസ്കൃതം എന്ന് പറയുന്ന ആര്യന്മാരുടെ അല്ല. അതാദ്യം മനസ്സിലാക്കുക. ഭാഷാപരമായി സംസാരിക്കുമ്പോൾ നമ്മൾ ആര്യഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയെ നമ്മൾ സംസാരിക്കുന്നത് ദ്രാവിഡ ഭാഷയാണ്. തമിഴ്നാട് തൊട്ട് നമുക്കറിയാം, കർണാടക, മലയാളം ഒക്കെ ദ്രാവിഡ ഭാഷയാണ്. വൃത്തവും അലങ്കാരവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മൂല കാരണങ്ങളില്ലാതെ ഒരു സാധനവും രൂപപ്പെടുത്തില്ല. മൂലസ്ഥാനം ഉണ്ട്, അതിനാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫണ്ടമെൻ്റലായ ഒരു തിങ്കിങ്, ചിന്ത നമുക്ക് അനിവാര്യമാണെങ്കിൽ നമ്മൾ ആദ്യം ദ്രവ്യത്തെ അല്ല എടുക്കേണ്ട, ജ്ഞാനത്തെയാണ്. അത് ദ്രവ്യസമ്പത്തും ജ്ഞാനസമ്പത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ജ്ഞാനസമ്പത്താണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പകാലം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ബ്ലഡ് ഗുണമായിരിക്കാം. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ജനലിൽ കിടക്കുന്നതിൻ്റെ അവിടെ ഇതുപോലെ തന്നെ ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്ന പോലെ പുസ്തകങ്ങൾ കണ്ട് എനിക്ക് അച്ഛൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിന്തയോടുള്ള ഇഷ്ടം എന്താണെന്ന് അത് വായിച്ചപ്പോഴാണ്. അന്നും എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എന്ന് മലയാളം അറിയാം. പക്ഷേ ഈ സൈദ്ധാന്തികം, നൈസർഗികം, നൈമിഷികം എന്നൊക്കെയുള്ള ഭാഷാപരമായ രീതി നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ പാടാണ്. കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് മലയാളവും സംസ്കൃതത്തിൻ്റെ പാണ്ഡിത്യമൊക്കെ ജർമ്മൻ കൊണ്ടിട്ടൊക്കെ വന്ന് പഠിക്കുമ്പോൾ സംസ്കൃതം പഠിക്കാതെ ഇതൊന്നും ഭാഷയുണ്ടാകാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ സംസ്കൃതം സംസ്കരിച്ചെടുത്താണ്. എല്ലാ സംസ്കരിച്ചിട്ട് എല്ലാ ഭാഷയുടെ ഉള്ളിൽ ഒരമ്മ മാതാവായി നിലകൊണ്ട് നമ്മൾ ഏത് കാര്യം, ഇപ്പം ഞാൻ ഒരു സംസ്കൃതത്തിൽ കൃഷ്ണ നീ വേഗമേ വരൂ, നീ വരൂ, വേഗം വരൂ എന്നല്ലേ പറയുന്നത്. കർണാടകയിലായാലും മലയാളത്തിലും അത് അതിൻ്റെ ഭാഷാപരമായ ഒരു ബന്ധമുണ്ട്. നമ്മുടെ കേരളീയ ഭാഷകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് വിവിധ ഭാഷകളാണ്. തമിഴ്നാടുമായിട്ട് ചേർന്ന ഭാഗം തിരുവനന്തപുരം, പാറശാലയൊക്കെ ഓർത്തോണം. അതിന് തമിഴ് കൾച്ചറുമായിട്ട്, തമിഴ് ലാംഗ്വേജുമായിട്ട് ബന്ധമുണ്ട്. വടക്കൻ മലബാറുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മലബാർ തൊട്ടങ്ങാട്ട് ഭാഷ എന്തിന്, എറണാകുളം, ആലപ്പുഴ, മധ്യ തിരുവിതാംകൂറിലും കൃത്യമായൊരു മലയാള ഭാഷയുടെ പരിഷ്കരണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ സാമൂഹ്യ അന്തരീക്ഷമൊക്കെ നമ്മൾ ചരിത്രപരമായി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഭാഷ രൂപപ്പെടുന്നത് എന്തുകൊണ്ട്, ഭാരതത്തിന് അങ്ങനെ ഒരു പേരുണ്ടോ, നാമമുണ്ടോ എന്നുള്ളതാണ്. ഭാരതം അത് വേദകാലങ്ങളിലെ ഋഗ്വേദം ഉൾപ്പെടെയുള്ള നമ്മൾ പലതും പരിശോധിക്കുമ്പോൾ നമ്മുടെ ചരിത്രം എന്തുകൊണ്ട് മിത്തോളജി പരിശോധിക്കുന്ന ചരിത്രകാരന്മാർ മിത്തിൽ ഒരു റിയാലിറ്റി ഉണ്ട്. എന്തായാലും ഒരു റിയാലിറ്റി എന്നാണ് ഒരു മിത്തോളജി ഉണ്ടാകുന്നത്. അതിന് കാരണം ഒരു കാര്യമില്ല, സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളുടെ അടിത്തറ പോലെയാണ്. ഒരു കാര്യമില്ലാതെ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാരണക്കാരൻ ഉണ്ടാവണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്ന യുക്തിവാദി പ്രസ്ഥാനത്തിൽ പോകുമ്പോഴാണ് നല്ല പുസ്തകങ്ങളിൽ തിരഞ്ഞെടുക്കാനും യുക്തിഭദ്രമായ, ദൈവം ഇല്ല എന്നുള്ള വിശ്വാസത്തിന് അനുവർത്തിതമായ പുസ്തകങ്ങൾ, ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അന്ന് വായിക്കാൻ CPM, CPIയിലൊന്നും അനുവാദമില്ല. അവർ പഠിപ്പിക്കുന്ന വേറെ പാർട്ടി ക്ലാസ്സുകളാണ്. പക്ഷേ നേരം യുക്തിവാദി പ്രസ്ഥാനത്തിൽ അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ ഇന്ന് പോകാൻ നേരത്ത് എനിക്ക് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള, ഇന്നും എൻ്റെ ഇരിക്കുന്ന സെലക്റ്റീവായ ഗ്രന്ഥങ്ങളാണ്. എൻ്റെ ഗുരു നാരായണ പണിക്കരുണ്ട്, എങ്കിലും പലരുടെയും പുസ്തകങ്ങളുണ്ട്. മഹാത്മാ സാധ്വിജന അയ്യങ്കാളി, ഗുരുദേവൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ, കൃതികൾ ഉണ്ട്. അംബേദ്കറുടെ നിരവധി പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കൈവശമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജാതി നിർമൂലനം തൊട്ട് പല പുസ്തകങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പുസ്തകങ്ങൾക്കും നമുക്ക് പഠിക്കാൻ കാരണമായത് യുക്തിവാദി പ്രസ്ഥാനമാണ്. അത് യുക്തിവാദി പ്രസ്ഥാനത്തിൽ പോയവർ അത്യാവശ്യം താർക്കികരായിരിക്കും, തർക്കശാസ്ത്രത്തിൽ ബിരുദരായിരിക്കും. ആലപ്പുഴ ഒരു ഒടക്ക് മാസ്റ്ററുണ്ട്, K. സുധാകരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസിയാണ്. ഡോക്ടർ കമലിൻ്റെ വീടിനടുത്താണ്. അപ്പോൾ ആലപ്പുഴ മധു ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ സിവിക് ചന്ദ്രനൊക്കെ ആലപ്പുഴ വന്ന് കൂടാൻ നേരത്ത് ജോൺ അബ്രഹാമൊക്കെ വന്ന് കൂടുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ആ സമയമൊക്കെ നമ്മുടെ വായന മാത്രമല്ല, ചിന്തയ്ക്ക് അനുസൃതമായ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ കാലഘട്ടം അനുസരിച്ച് സാമൂഹ്യ വീക്ഷണങ്ങൾ പരിഷ്കരണ സമൂഹത്ത് ഏതെല്ലാം തരത്തിൽ മാറ്റമുണ്ടെന്ന് നമ്മുടെ അസ്തിത്വ രീതിയിലേക്ക് നമ്മൾ സ്വാംശീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കവിടെ രാഷ്ട്രീയം മാറും, ചിന്ത മാറും, കാലഘട്ടത്തിനോടൊപ്പം നമ്മൾ നിൽക്കാൻ പഠിക്കും. നമുക്ക് പഠിക്കാൻ പറ്റില്ല, സാമൂഹിക വ്യവസ്ഥയെ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രശ്നം ഇന്ന് വളരെ ശക്തമാണ്. ഹിന്ദു മതത്തിൻ്റെ രാഷ്ട്രീയമാണ്, സംഘപരിവാർ രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയിൽ ഭരിക്കപ്പെടുന്ന. 1925 നാഗപ്പൂരിൽ രൂപപ്പെട്ട RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെയാണ്, ആ പ്രസ്ഥാനത്തിലൂടെ സംഘപരിവാർ പ്രസ്ഥാനം 82 രാഷ്ട്രത്തിൽ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൈവങ്ങളുടെ രാഷ്ട്രീയമാണ് എനിക്ക് പ്രധാനമായിട്ട് മനസ്സിലാകുന്നത്. ദൈവം യഹൂദ സങ്കല്പങ്ങൾക്ക് മുമ്പ് ഉണ്ട് ഒരുപാട് ദൈവസങ്കല്പങ്ങൾ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ദൈവസങ്കല്പങ്ങൾ, ആദ്യത്തെ ദേവസങ്കല്പം എന്ന് പറയുന്ന നടരാജ വിഗ്രഹം കിട്ടിയും കാളിയമ്മയുടെ വിഗ്രഹം കിട്ടിയും ഒക്കെയാണ്. കയ്യില്ലാത്ത ഇതൊക്കെയാണ് ഗവേഷണ രീതിയിൽ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ തക്ഷശിലയും നളന്തയൊക്കെ ഗവേഷണത്തിന് വിധേയരായാണ്. നമ്മുടെ മുസിരീസ് കേരളത്തിലെ കൊടുങ്ങല്ലൂർ ഭാഗമൊക്കെ നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ചേരമാൻ പെരുമാളും പുലയനാർ കോട്ട വരെ ഭരിക്കുന്ന സമയത്ത് ആദ്യത്തെ പുലര് എന്ന് പറയുന്ന ചേരമര് ഉൾപ്പെടുന്നവർ ഭരിക്കുമ്പോഴാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ ചരിത്രം പരിഷ്കരണത്തിലേക്ക് തന്നെ നിലനിന്ന് പോയെങ്കിലും അതിന് വലിയ മെച്ചമൊന്നും ഉണ്ടാകാത്തതും ബുദ്ധിയില്ലായ്മയൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് വംശീയാധിപത്യം, വെള്ളക്കാരായ ആര്യന്മാരുടെ വരവോടുകൂടി പത്മനാഭസ്വാമി ക്ഷേത്രം ഈ ഇന്ത്യയിൽ ആദ്യത്തെ ഹൈന്ദവ ഒരു സ്റ്റേറ്റാണെന്ന് ഓർക്കണം, തിരുവിതാംകൂർ. അപ്പോൾ അങ്ങനെ ഉണ്ടായ ചരിത്രം നമ്മൾ പഠിച്ചാൽ മാത്രമേ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഹിന്ദു രാഷ്ട്രീയവും ഹിന്ദു ദൈവങ്ങളും ലോകദൈവങ്ങളും ലോകമതങ്ങളെയും കുറിച്ച് നമുക്ക് പഠിക്കാം. സ്വാഭാവികമായിട്ട് ഹിന്ദുമത ദേശീയതയിലൂടെ ഇന്ത്യയുടെ അസ്തിത്വത്തിലേക്കുള്ള അന്വേഷണ ദ്വര 19-ാം നൂറ്റാണ്ട് ആരംഭിക്കും. അത് പിന്നെ എക്കാലത്തും തുടരുകയും ചെയ്തു. എന്നാൽ ഈ അടുത്ത കാലത്ത് ദുർവ്യാഖ്യാനങ്ങളുടെ വളരെ അപകടകരമായ വിധം ഹിന്ദു സാംസ്കാരികതയെ ചോദ്യം ചെയ്യപ്പെടുന്നു. അതിനകത്ത് ആര്യ ദ്രാവിഡ വിഷയങ്ങൾ വരുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾ നിരവധി വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ദൈവരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ലോകത്ത് യഹൂദയ്ക്ക് മുമ്പും ദൈവമുണ്ട്, അത് കഴിഞ്ഞ് ക്രിസ്തു വന്ന് ക്രിസ്തു ഒക്കെ ആൾ ദൈവമാകാൻ വേണ്ടിയുള്ള ശ്രമമുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രമാണ്. അങ്ങനെ ക്രിസ്തു വന്ന് ക്രിസ്തു ഒരു ലോക രക്ഷകനായി, ക്രിസ്തുവിന് ശേഷം ആ ബൈബിൾ കോപ്പി അടിച്ച് ഖുറാനുണ്ടായി. അപ്പോൾ ഖുറാനും ഈ കോപ്പിയുടെ ദൈവങ്ങളെല്ലാം ആര്യവംശത്തിൻ്റെ യൂറോപ്യന്മാരെ വെള്ളക്കാരുടെയാണ്. പക്ഷെ അവിടുത്തെ കറുത്തവർഗ്ഗക്കാർ നമ്മളിവിടെ താമസിക്കുന്ന പോലെ കാട്ടുവാസികളും വനവാസികളെന്നൊക്കെ അവരുടെ ദൈവങ്ങളെ അവർ പരിഷ്കരിച്ച് അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ മുത്തപ്പ സങ്കല്പങ്ങളെ സവർണർവൽക്കരിച്ചെടുക്കും. ഇപ്പോൾ നമുക്ക് മലയാറ്റൂർ മുത്തപ്പൻ എന്ന് പറഞ്ഞ ശിവസങ്കല്പമാണ്, അതിപ്പോൾ സവർണ ക്രിസ്ത്യാനിയുടെ കൈവശമാണ്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള കംപ്ലീറ്റ് പഴയ പുലപ്പള്ളിയും പറപ്പള്ളിയൊക്കെ ഇന്ന് സവർണരുടെ കയ്യിലാണ്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് കിട്ടിയ ഈ ദളിത് ക്രിസ്ത്യാനികൾക്ക് കിട്ടിയ എത്രയോ കോടാനുകോടി ഏക്കർ സ്ഥലങ്ങൾ ഇന്ത്യ ആകമാനമുണ്ട്. അതെല്ലാം ഇന്ന് സവർണ ക്രിസ്ത്യാനി, ബുദ്ധിയില്ലല്ലോ. ദളിത് ക്രിസ്ത്യാനി ആദ്യം പോയപ്പോഴേ ആ വംശത്തിൽ ഈ 4 പുലയന്മാരിൽ ഏറ്റവും കുറഞ്ഞായിരിക്കും, അല്ലെ പറയന്മാരിൽ ഏറ്റവും കുറഞ്ഞായിരിക്കും, ഗോത്രങ്ങളിൽ ഏറ്റവും കുറഞ്ഞുണ്ടല്ലോ. ഈഴവരാക്കപ്പെട്ടതിലും ഉണ്ട്. പണിക്കരാണ് ഏറ്റവും ഉയർന്ന ഗോത്രം. താഴത്തോട്ട് കിടക്കുന്നവരാണ് തണ്ടാന്, പിന്നെ വെട്ടുവൻ തൊട്ട് പലരുമാണ്, വാത്തി മുടി വെട്ടുന്നവൻ, ക്ഷേത്രം ചെയ്യുന്ന എല്ലാത്തിനെയൊക്കെ ജാതികളാണ്, ജാതി ഉപജാതികൾ. ഇതെല്ലാം ജാതി തട്ടിപ്പുകളാണ്. നായരായാലും നമ്പൂതിരി ആയാലും നമ്പ്യാരായാലും തീയനായാലും ഈഴവൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരുപാട് ജാതി തട്ടിപ്പുണ്ട്. അത് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതുമാത്രമല്ല, ഞാനതിനെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് എനിക്കിപ്പോൾ ശത്രുക്കൾ കൂടിയുണ്ട്. ഞാൻ ജാതിക്കെതിരെയാണല്ലോ ഏറ്റവും കൂടുതൽ. ജാതി ഒരു വലിയ പ്രശ്നമാണ്. അതിൻ്റെ വൈരുദ്ധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കെൻ്റെ സമൂഹത്തെ അറിയാം. അതുകൊണ്ടാണ് നാരായണ ഈഴവ ജാതിയല്ലെന്നതും ഹോമിയോസാപ്പിയൻസിൻ്റെ ഒരു ബുദ്ധി നാരായണ ഗുരുവിനുണ്ടായിരുന്നെന്നും മാർക്സിസത്തിന് മുകളിൽ ഇവിടെ പ്രയോഗിക്കാൻ ഒരു പ്രത്യശാസ്ത്ര ചിന്ത ശരിയായ അർത്ഥത്തിൽ ഗുരുവിന് മാത്രം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരുവിനെക്കുറിച്ച് 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സാധുജന അയ്യങ്കാളിയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, അംബേദ്കറെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, ബുദ്ധനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീവചരിത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷേ നാരായണ ഗുരു, ഇപ്പോഴും ഞാൻ എഴുതിയ പുസ്തകം നാരായണ ഗുരു ഹിന്ദു രക്ഷകനോ, ഈ പടം ഞാൻ വരച്ചാണ്. പലരും എൻ്റെ ചോദിച്ചു
ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 1925 അദ്ദേഹം ചെന്നൈയിൽ വെച്ച് ഭക്തരോട് പറഞ്ഞ് എനിക്ക് ത്രിപുട ഭസ്മം എടുത്തുകൊണ്ട് തരിക, ഒരു ദേവീസ്തവ ഇവിടെ കൊണ്ടുപോയ ദേവിയുടെ സിന്ദൂരം സൂര്യ പോലെ ജ്ഞാനം പോലെ അവിടെ പകർത്തി സ്വയം ഭസ്മധൂളികളെല്ലാം അദ്ദേഹം ശരീരത്തിൽ ഗുരുദേവൻ ഉണ്ടാക്കിയത്. കേരളത്തിലല്ല, ഇന്ത്യയിൽ ആരും സൃഷ്ടിക്കാത്തൊരു പടം ഞാൻ തന്നെ വരച്ച് ഞാൻ തന്നെ ഗ്രാഫിക്സിൽ ഡിസൈൻ ചെയ്തൊരു കവറാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗുരുവിൻ്റെ ചിത്രങ്ങളിൽ ഒരുപാട് പേരുന്ന അനോട്ടമി തെറ്റ് ചെയ്യും. അല്ലാതെയൊക്കെ ഗ്രാഫിക്സ് വന്നാലും അനോട്ടമി പഠിക്കുന്നില്ല. ചിത്രകല പഠിക്കാതെ ഫോട്ടോഷോപ്പ് പഠിക്കാത്തതിൻ്റെ ഗുണമാണ്. ചിത്രകല പഠിച്ചവൻ ഫോട്ടോഷോപ്പ് പഠിച്ച ഗൗരവമായ ഒരു ഡിസൈനറായിരിക്കും. എന്തു ആയിക്കോട്ടെ, നമ്മുടെ വിഷയം ഇതാണ്, ആൾദൈവങ്ങളാണ്. അപ്പോൾ ദൈവങ്ങളുടെ രാഷ്ട്രീയം, ഇദ്ദേഹം ഒരു ദൈവമാകാമെന്നാണ് അംബേദ്കർ. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു മതത്തിൽ കടന്നുകൂടാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ബ്രാഹ്മണ സ്ത്രീയെ കടന്നു ജീവിപ്പിച്ച് കൊണ്ടുവന്ന അതും ഒരു രക്ഷയില്ല. ബ്രാഹ്മണന്മാരുടെ കൂടെ നടന്ന് പാണ്ഡിത്യം മേടിച്ച് കൊളോണി വെള്ളക്കാരുടെ കൂടെ നടന്ന അവരുടെ അടിമ ബോധം, അവിടെ അടിമത്തം പുള്ളി അടിമത്തത്തിനെതിരെ ഇത് ജൈവപരമായ സവിശേഷം എന്ന ബുദ്ധി അംബേദ്കറിന് ഉണ്ടായിട്ടില്ല. കാര്യം മനുഷ്യൻ്റെ ജൈവപരമായ DNA പ്രകാരം കീഴ്ജാതിപ്പെടുന്നവൻ ആ കീഴ്ജാതിയിൽ ഉണ്ടാകുന്നതാണ്. അതാണ് ശൂദ്രൻ. ഇനി താഴെയും പറയാം. ഇനി മുകളിലോട്ടുള്ള ബ്രാഹ്മണൻ, അത് ജൈവപരമായ പ്രകൃതിയുടെ ധർമ്മമാണെന്ന് അംബേദ്കർ പഠിച്ചിട്ടില്ലെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അംബേദ്കർ വിമർശന പഠനമായി പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അത് ആ ജനതയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഈ അംബേദ്കറും ദളിതരും അയ്യങ്കാളി അല്ലെ തപസ്വി ഓമൽസ്വാമിയൊക്കെ പുലേ ശിവന് പ്രതിഷ്ഠിച്ച കഥ പറയുമ്പോൾ പലരും ഞെട്ടും. ഇവിടുത്തെ ദളിത് ചിന്തകർക്കൊന്നും അറിയത്തില്ല. ഒരുപാട് ചരിത്രം ദളിതരാക്കപ്പെട്ടവർ, പിന്നോക്കരെ അറിയത്തില്ല. ഈഴവരാക്കപ്പെട്ടവർ പഠിച്ചിട്ടുണ്ട്. കാര്യം അവർ വിവിധ ജാതികളിൽ നിന്നും അനുഭവം പീഡനവും പുലയര് പറയര് കുറവര് തൊട്ട് അനുഭവിച്ച പോലെ അനുഭവിച്ചവരാ. അന്യവരൊന്നുമില്ല, ഒരേ ഗോത്രമാണ്. ഈ പുലയരെയും പറയരും അല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കേരളം ഭരിച്ച. അപ്പോൾ അതിൻ്റെ സന്തതികൾ എവിടെ പോയി? ആ സന്തതികൾ കൺവെർട്ട് ചെയ്ത് പുലയനിൽ നിന്നും ഈഴവനായി, ഈഴവരിൽ നിന്ന് നായരായി, നമ്പ്യാരായി, നമ്പൂതിരി എന്ന് പറഞ്ഞ ആര്യന്മാർ വന്ന് അവർക്ക് കിടന്നു കൊടുത്ത് നമ്മൾ കറുത്തവരെല്ലാം നായരുൾപ്പെടെ വെളുത്തതാണ്. അല്ലാതെ ചരിത്രമൊന്നുമില്ല. അപ്പം നമ്മുടെ ദൈവങ്ങൾ ഈ ജാതി ദൈവങ്ങളാണ്. അംബേദ്കർ ഒരു ജാതി ദൈവം, അയ്യങ്കാളി ഒരു ജാതി ദൈവം, നാരായണ ഗുരുസ്വാമി ഒരു ജാതി ദൈവം, ചട്ടമ്പി സ്വാമി ഒരു ജാതി ദൈവം. പിന്നെ അതിന് നിന്നു കൊടുക്കാത്തത് കൊണ്ട് മന്നത്ത് പത്മനാഭൻ തന്നെ അത് ഉണ്ടാക്കിയത് കൊണ്ട് എടുത്ത് കളയാൻ മേലാത്തത് കൊണ്ട് മന്നത്ത് പത്മനാഭൻ ഒരു നമ്പൂതിരിക്കുണ്ടായ ആ സംഘടന ഉണ്ടാക്കിയ ആര്യന്മാരാണ്. ആര്യന്മാരുടെ സംഘടന NSS. അപ്പോൾ ചരിത്രപരമായി പരിശോധിച്ച് നിങ്ങൾ നിലനിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതി കൈവരിച്ചിട്ടും അടിസ്ഥാനപരമായി നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ബോധം നിങ്ങൾക്കുണ്ടായില്ല. എവിടെ നിന്ന് കിട്ടാനാണ് ജ്ഞാനം? ഏതെങ്കിലും കുടുംബത്തിൽ അച്ഛനും അമ്മയും രാമായണവും അല്ലെ അച്ഛനും അമ്മയും ബൈബിളും വായിച്ചിട്ടുണ്ട്, അല്ലെ അച്ഛനും അമ്മയും ഖുറാനും വായിച്ചുകൊണ്ടിരുന്നിട്ട് ആ തീട്ട മതത്തിൻ്റെ അവശിഷ്ടങ്ങൾ വാടിച്ചാൽ തലച്ചോറിനകത്തൊന്നും കയറത്തില്ല. മതം അപരിഷ്കൃത കാലഘട്ടത്തിൻ്റെയാണ്. പ്രാക് കമ്മ്യൂണിസം എന്ന് പറയും. അത് ഏതെല്ലാം ഘട്ടത്തിൽ കടന്നാണ് സോഷ്യലിസത്തിൻ്റെ കാലമെന്ന് മാർക്സിസം പഠിപ്പിക്കുന്നില്ലേ? അതേ കാലം തന്നെയാണ് മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട കാലം ഹിന്ദു സംസ്കാരത്തിനുണ്ട്. സോഷ്യലിസ്റ്റ് കാലമുണ്ട്. അതിന് മന്നന്തുരങ്ങളുടെ കാലം എന്നൊക്കെ കൃത്യമായി വേദകാലഘട്ടത്തിൻ്റെ കണക്കില്ലേ എന്ന് നമ്മൾ 5000 വർഷമൊക്കെ കൃത്യമായി പറയുന്നു. 7ാം ചതുർയുഗം എന്നൊക്കെ പറഞ്ഞ് കാലഘട്ടവും ഗണിതശാസ്ത്രം ആര്യഭടനം ഉണ്ടാക്കി ലോകം അംഗീകരിച്ച ലോകമാണ്. ഉരുണ്ട ഭൂമിയാണെന്ന് വരാഹത്തിനെ കൊണ്ട് സിംബോളിക്കായിട്ട് ചിത്രകാരനും പറഞ്ഞ് വിമാനത്തിലും പോലെ പറക്കാം എന്ന് ചിറക് വെച്ച് തച്ചുശാസ്ത്രന്മാരിവിടെയുണ്ട്, തച്ചന്മാരുണ്ട്. അപ്പോൾ ആശാരി ഇവിടെ വേണം, മൂശാരി വേണം, എല്ലാത്തിനും ആൾക്കാർ, വാത്തി വേണം, മുടിവെട്ടാൻ ആൾ വേണം, അമ്പാട്ടന്മാർ വേണം, കർഷകർ പുലയരും പറയരും വേണം. അതുകൊണ്ട് ബ്രാഹ്മണൻ ക്ഷേത്രത്തെ മുത്തപ്പനാണ്, മുത്തിയാണ്, നമ്മുടെ അപ്പൂപ്പന്മാരാണ്. നമ്മൾക്ക് വേണ്ടി പോരാടി മരിച്ചവരാണ്, അവരെ പൂജിക്കണം. അത് ഉറപ്പായിട്ട് പിതൃകർമ്മം എല്ലാ വർഷവും ഗുരുദേവൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ കർമ്മം ബോധ്യമാകാത്ത ഗുരു ബോധ്യപ്പെടുത്തിയിട്ടും ബോധ്യപ്പെടുത്താത്ത ആളെ ഗുരു പഠിപ്പിച്ചും കൊടുത്തിട്ടുണ്ട് എന്താണ് ശ്രാദ്ധമെന്ന്. അതുകൊണ്ട് തന്നെ നാരായണ ഗുരു ആദ്യം ഹിന്ദു മതത്തിൻ്റെ പരിഷ്കരണത്തിനുണ്ടാക്കിയത് അപരിഷ്കൃത വിഗ്രഹങ്ങളെ ചടച്ച് പരിഷ്കൃത വിഗ്രഹങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത വാവട്ട് സഭയാണ്. അത് കഴിഞ്ഞാണ് HNDP ഉണ്ടാക്കുന്നത്, ഹിന്ദു ധർമ്മപരിപാലന സംഘം. അതൊന്നും ഈ ചരിത്രത്തിൽ ആരും പറയത്തില്ല. അതിന് ശേഷം ഉണ്ടായ SNDP 1903 ആ സംഘടനയെ വെച്ചിട്ടാണ്
ഇന്ന് ജാതി ഉണ്ടാക്കുന്ന. അതൊരു 1928 ഗുരു പറഞ്ഞ് സനാതനധർമ്മത്തെ പരിരക്ഷിക്കണമെന്ന് പ്രസ്താവന ഇറക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് ബുദ്ധിയാണ് 1916 ഞാൻ ജാതി മതം വിട്ടിട്ട് ഇത്രയേ കാലങ്ങൾ കഴിഞ്ഞെന്ന്. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം. സനാതന ധർമ്മം എന്ന് പറയുന്ന ആശയമില്ലാത്ത, അതിന് ജാതി മതമൊന്നുമില്ല. അതിന് ഹിന്ദുത്വവാദികളുടെ വർഗീയത അവരുടെ ഭാഗത്ത് അങ്ങനെ പറയുന്നു. സുഡാപ്പികളായ SDPIയും വർഗീയവാദികളും തീവ്രവാദികളും കേരളത്തെ ശക്തമായിരിക്കണം. അവർ ബോക്സ് നമ്മുടെ എല്ലാ കമൻറ്റ് ബോക്സിൽ നോക്കി ഏറ്റവും കൂടുതൽ ശക്തമായി എത്ര വിദ്യാഭ്യാസ സമ്പന്നരായ യുവാക്കളാണെന്ന് ഓർക്കണം. ഭീകരവാദത്തിൻ്റെ നടുക്കാണ് കേരളം. ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ഈ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വായിക്കേണ്ട പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചില്ലാത്തതിൻ്റെ തകരാറാണ്, ചിന്തയില്ലാത്ത തകരാറാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. ഹൈന്ദവ രാഷ്ട്ര പ്രബുദ്ധ ചരിത്രം ഇതെഴുതിയ ഗുരുവിൻ്റെ ശിഷ്യനാണ് സ്വാമി ധർമ്മതീർത്ഥ മഹാരാജ്. മനസ്സിലായോ? ഹിന്ദു മതത്തിനെ എതിർത്ത് പറഞ്ഞ പുസ്തകമാണ് ഇത് ഹിന്ദു മതത്തിനെ എതിർത്ത് പറഞ്ഞ. എന്നിട്ട് എന്തു പറ്റി? ഇദ്ദേഹം ഗുരുവായ പുള്ളി ക്രിസ്ത്യാനിയായി. അതിപ്പോൾ ആരുടെ സായിപ്പന്മാരുടെ കാശ് മേടിച്ചിട്ട് സന്യാസിമാരെ വിലക്ക് പിടിച്ചതാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി. ഭയങ്കര അപകടകരമായൊരു വംശമാണ് ക്രിസ്ത്യൻ. സൈലൻറ്റ് വോയിസുമാണ്. നമ്മുടെ നാട്ടുകാരുണ്ടോ ശ്രദ്ധിച്ച് അവർ നമ്മളെ സൂചിപ്പിച്ചുണ്ട് എൻ്റെ മോനെ പൊന്നെ എന്ന് വിളിക്കും. പക്ഷേ കുറച്ചുകൂടി കരുണയുള്ള മുസ്ലിങ്ങളാണ്. അവർക്ക് ബുദ്ധിയില്ലെന്ന് മാത്രമേ ഉള്ളൂ കരുണ. അതുകൊണ്ട് അവൻ ഏത് സമയനും സക്കാത്ത് കൊടുക്കാനും അവൻ്റെ ധർമ്മത്തിൽ ഒരുപാട് നബി തന്നെ പറഞ്ഞ് കൂലി കൊടുക്കുന്ന സമയത്ത്, അതായത് അവൻ്റെ വിയർപ്പുണങ്ങുമ്പോൾ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ എല്ലാ നബിയിലും ഉണ്ട്, ക്രിസ്തുവിലും ഉണ്ട്, എല്ലാ പ്രവാചകന്മാരിലും ഉണ്ട്. നമ്മൾ വിശ്വസിക്കേണ്ടത് ഇവിടുത്തെ കപട ചരിത്രകാരന്മാർ. ഇത് വലിയൊരു കപട ചരിത്രകാരനാണ് ഇടമറുക്. ഞാൻ കുഞ്ഞിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ച ആളായി. പിന്നെ എനിക്ക് ശത്രുവായി. അംബേദ്കറിനെ പോലെ ഞാൻ തിരസ്കരിച്ച ഒരാൾ. ഇവരൊക്കെ അപകടമാണ്. പരിഷ്കരണ കാലഘട്ടത്തിലെ ബോധമില്ലാതെ കുറേ വിമർശനങ്ങൾ കൊണ്ടുവരും. അവർ പരിഷ്കരിച്ചൊരു പ്രത്യയശാസ്ത്രം ലോകത്തിന് സംഭാവന ചെയ്തിട്ടില്ല. ഇല്ല. ഇത് ഇദ്ദേഹം ഭഗവത്ഗീത വിമർശന പഠനമാക്കിയതാണ്. ഈ ഭഗവത്ഗീത എന്താണെന്ന് ഞാൻ ഇദ്ദേഹവും ഭഗവത്ഗീതമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായിട്ട് എടുത്ത് വായിച്ചിട്ട് വസ്തുനിഷ്ഠമായ ഭഗവത്ഗീത കണ്ടിക്കുന്ന ഒരു നല്ലൊരു ആത്മാവിന് ഇഷ്ടപ്പെട്ട ഒരു വരി, പരിഷ്കരണ വരി പോലും എഴുതാത്ത ആളാണ് ഇടമറുക്. പിന്നെ അവർ ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുമതത്തിൽ ജീവിച്ചിട്ട് ഇത് ഒരു പുരോഹിതനാകാൻ വേണ്ടി പള്ളിയിൽ വെച്ചാൻ വേണ്ടി നടന്ന ആളാണ് ജോസഫ് ഇടമറുക്. അദ്ദേഹത്തിൻ്റെ ധർമ്മങ്ങളും അവരുടെ കണക്ഷനും നോക്ക്. A.T. കോഫൂർ ക്രിസ്ത്യാനിയാണ്. MC ജോസഫ് ക്രിസ്ത്യാനിയാണ്. സവർണ ക്രിസ്ത്യാനികൾ രൂപപ്പെടുത്തിയാണ് ശരിക്കും യുക്തിവാദി പ്രസ്ഥാനം. അതിനകത്ത് സവർണ ഹിന്ദുക്കളും ഉണ്ട്. അതിൻ്റെ എന്ന് പറഞ്ഞ സവർണ ഹിന്ദുക്കൾ ശരിയായ അർത്ഥത്തിൽ ആര്യന്മാരാണ്. ദ്രാവിഡ ചരിത്രത്തെ മാറ്റിമറിക്കണം. അപ്പോൾ അംബേദ്കറും അങ്ങനെ പെട്ടുപോയി. ഫുലെയുടെ ചിന്തയെടുത്ത് ഇതെല്ലാം പലരും. ബുദ്ധനെ സംബന്ധിച്ച് ബുദ്ധൻ ഒരു ആര്യ ശൈക്യനാണ്. അദ്ദേഹം സ്വയം പ്രഖ്യാപിത ബ്രാഹ്മണനാണ്. ഇത് ശരിയായ അർത്ഥത്തിൽ അവർ വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അംബേദ്കർ ബുദ്ധമതം ഒരു വഞ്ചന പ്രത്യയശാസ്ത്രം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ വിമർശനങ്ങൾ ഇവിടെ പറയുമ്പോൾ എൻ്റെ ജീവിതം ചലച്ചിത്ര ജീവിതമാണ്. ചലച്ചിത്രത്തെക്കുറിച്ചും ഗഹനമായ ഒരു ലോക ചരിത്ര അവസ്ഥയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എഴുത്തുകളും വായനകളും ചിന്തകളും നമ്മൾ ഇന്ന് നടന്ന ഈ തട്ടിപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നവരുടെ അതുപോലെ EMS നമ്പൂതിരിപ്പാടുന്ന ആര്യ നമ്പൂതിരിയാണ്. ഒരു പേജിൽ പോലും അദ്ദേഹം എഴുതിയ ഒരു പുസ്തകങ്ങളുടെ പേജിൽ പോലും മഹാത്മാ സാധുജന അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞില്ല. കേരളത്തിൽ നീണ്ട 30 വർഷം സമരം നടത്തി കർഷകർക്ക് കൂലി നിശ്ചയിച്ച് വില്ലുവണ്ടി സമരം നടത്തി. ഇതൊക്കെ ഓർക്കണം. എന്തെല്ലാം സമരങ്ങളാണ്. മതപരിവർത്തനത്തിനെതിരായിട്ട് സവർണ ക്രിസ്ത്യാനിയും സവർണ മുസ്ലിങ്ങളുമായിട്ട് മഹാത്മാ സാധുജന അയ്യങ്കാളി കഴക്കൂട്ടത്തൊക്കെ അടിയുണ്ടാക്കിയിട്ടുണ്ട്. വലിയ സായുധ പോരാട്ടം നടത്തി കേരളത്തെ വീണ്ടെടുത്ത് മഹാത്മാ അയ്യങ്കാളിയാണ്. അല്ലാതെ ഇവിടെ മാർക്സിൻ്റെ ഫിലോസഫി എഴുതി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഗുരു എഴുതിയ സിദ്ധാന്തം ഗുരു അവിടെ നടപ്പാക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ഗുരുവിന് നാരായണ ഗുരുസ്വാമികൾക്ക് വേണ്ടി അയ്യങ്കാളി പടപൊരുതി ഒരു ചിന്ത തന്ന് അത് പ്രയോഗിക്കണം. അതുകൊണ്ടാണ് പരിപാലന സംഘം, സാധുജന പരിപാലന സംഘവും ശ്രീനാരായണ പരിപാലന സംഘം ഉണ്ടാകുന്ന ഒരു പേരാണെന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ കാലഘട്ടം അടുത്തടുത്താണ്. ഇവർ രണ്ടുപേരും തമ്മിലുണ്ടാകാൻ കാരണം
വൈകുണ്ഠസ്വാമി അയ്യാസ്വാമിയുടെയൊക്കെ ചരിത്രം ഗുരു ശിഷ്യന്മാരാണ് ഇവർക്കൊരു ഹൈന്ദവ ധർമ്മമുണ്ട്. 1920 മഹാത്മാ സാധുജൻ അയ്യങ്കാളി ഹിന്ദു മഹാസമ്മേളനം നടത്തിയതാണ്. അപ്പം നമ്മൾ ഓർക്കണം, ഇവർ രണ്ടുപേരും മഹാത്മാ സാധുജൻ അയ്യങ്കാളിയും നാരായണ ഗുരുസ്വാമിയും ബ്രഹ്മനിഷ്ഠാമഠം 1904 ആണ് അയ്യങ്കാളി സ്ഥാപിക്കുന്നത്, മഹാത്മാ സാധുജന അയ്യങ്കാളി. അതിനുശേഷം ഗുരു സ്ഥാപിച്ച നമുക്കറിയാം, ഗുരുവിൻ്റെ ലക്ഷ്യം തന്നെ വിദ്യാഭ്യാസമാണ്. അപ്പം വിദ്യാഭ്യാസം നേടുക, വിദ്യയില്ലെങ്കിൽ മനുഷ്യനല്ല എന്ന് വിധിക്കപ്പെട്ട ഒരുപാട് ഉദ്ധരണികൾ ഗുരു ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കരുണയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ അപരനും ആത്മസുഖം കൊടുക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പം നാരായണ ഗുരു മഹാത്മാ അയ്യങ്കാളി ഉയർത്തിയ ഒരു രാഷ്ട്രീയ ചിന്ത കേരളത്തിന് അനിവാര്യമാണ്. അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ദ്രാവിഡ രാഷ്ട്രീയ ചിന്ത കൂടി കലർത്തി അതിൻ്റെ ദ്രവീഡിയൻ വിഷയങ്ങൾ കൂടി ഈ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കി ഇവിടെ ജാതി മതങ്ങളില്ലെന്ന്, ഇവിടുത്തെ മുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളായ സഹോദരങ്ങളെ നമ്മുടെ സ്വത്ത് സംസ്കാരത്തെ കൂടി പഠിപ്പിക്കാനുള്ള ഒരു സാംസ്കാരിക നിലയം ആണ് ആദ്യം ഉണ്ടാക്കേണ്ടത്, വിദ്യാഭ്യാസ നിലയം. ആ നിലയത്തിന് എല്ലാത്തരം ആധുനിക ടെക്നോളജിയുടെയും സാമൂഹ്യ ബോധത്തിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങൾക്കും അപ്പുറം ഇന്ത്യയിൽ വളർന്നു വരേണ്ട ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ ധർമ്മവുമായിട്ട്, ഈ സനാതന ധർമ്മം നമ്മുടേതാണെന്ന് തന്നെ പറയുക. നമ്മളത് തള്ളണ്ട. നമ്മളൊരു മതത്തിലെ ജാതിയിൽ പെടുമ്പോഴാണല്ല, നമ്മളിപ്പോൾ മുസ്ലിം ആകുമ്പോൾ സനാതനധർമ്മം പേടിയാണ്, ക്രിസ്ത്യാനിയാകുമ്പോൾ സനാതനധർമ്മം പേടിയാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് ആകുമ്പോൾ സനാതനധർമ്മം പേടിയാണ്. കാര്യം ഇതെല്ലാം വിദേശമാണ്. സ്വദേശ സാധനമാണ് സനാതനധർമ്മം. അപ്പം സ്വദേശത്തിന് സാധനത്തിന് എപ്പോഴും ഉൽപ്പന്നത്തിന് അതിൻ്റെതായ മാർക്കറ്റിംഗ് ഉണ്ട്. അതാണ് ഹിന്ദുത്വത്തിൻ്റെ വളർച്ച. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സംഘികളെയും ഹിന്ദുത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമില്ല. പക്ഷേ സനാതനധർമ്മത്തെ ഞാൻ അംഗീകരിക്കുന്നു. അതിന് പഠനവിധേയമായ ഒരു ചിന്തയാണ്. നാരായണ ഗുരു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉയർന്ന വിദ്യാഭ്യാസ ചിന്തകളുള്ള ലോകം മൊത്തം കീഴടക്കിയ പ്രൊഫസർമാർ പോലും സനാതനധർമ്മത്തെ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രപതി തൊട്ട് ഇനി പറയണ്ടല്ല, അബ്ദുൽ കലാം വരെ നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രപതിയായത്. അപ്പോൾ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനിയും ആകാം, രാഷ്ട്രപതിയാകാം. ബുദ്ധി വേണം. അവിടെ മതത്തിൻ്റെയും കുതത്തിൻ്റെയും ജീവിതത്തിൽ നിൽക്കരുതും. ഇവിടെ നമ്മുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം കച്ചവട ദൈവങ്ങളാണ്. ആ ദൈവങ്ങളുടെ രാഷ്ട്രീയം പഠിക്കണം. ഈ ദൈവമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മതമാണ്, അതല്ല ദൈവവിശ്വാസം. ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് ആധ്യാത്മിക തലത്തിൽ പറയുന്ന നാസ്തികരും ആസ്തികരും ഉണ്ട്. ദൈവം ഉണ്ടെന്നും ഇല്ലെന്നും സ്ഥാപിക്കാം. പക്ഷേ ഒന്നുണ്ട്, അത് ബ്രഹ്മസത്യമാണ്. ആ ബ്രഹ്മസത്യം ജീവപ്രപഞ്ചമായിട്ട് നിൽക്കുന്നു. അതാണ് ശൈവവിശ്വാസവും അദ്വൈതവും തത്വമസിയൊക്കെ നമ്മുടെ പരിഷ്കരണ സമൂഹത്തിലെ ആധുനിക വിദ്യാഭ്യാസ ബ്രഹ്മവിദ്യയോട് കലർത്തി ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊക്കെയാണ് ഇനി വിജയിക്കാൻ പോകുന്നത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ ചിന്ത സംഘപരിവാര രാഷ്ട്രീയമല്ല, ഹിന്ദുസ്ഥാൻ ദ്രാവിഡ പാർട്ടിയുടെ ഓർഗനൈസറാണ്. അത് സ്ഥാപിച്ചിട്ടും ഇന്നും ഒരു കടലാസ് കൂലിയാണെങ്കിലും കുറേ ഓർഗനൈസേഷൻ എനിക്കുണ്ട് കേരളത്തിലും പുറത്തുമായിട്ട്. എങ്കിലും അത് ഇന്നല്ലേ നാളെ അത് രൂപപ്പെടുത്തുകയായിരിക്കും, എൻ്റെ കാലശേഷമായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു പ്രസ്ഥാനം ഹിന്ദുസ്ഥാൻ ദ്രാവിഡ പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മർദ്ദിതമായ പ്രാന്തവൽക്കരിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ജാതി കൊണ്ട് മാത്രം കീഴ്പ്പെടുത്തി കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്ന സംസ്കാരത്തിനെതിരെ വിരൽ ചൂണ്ടി അതിൻ്റെ അധർമ്മ വ്യവസ്ഥകളെ തിരിച്ചറിഞ്ഞ് അധർമ്മത്തിൻ്റെ ശിരസ് നമ്മൾ തകർക്കാനാണ് രാമരാവണ യുദ്ധം ഉണ്ടായത്. രാമനും രാവണനും ഒരു ഗോത്രമാണ്. പക്ഷേ പരിഷ്കരണ ജാതിയിൽ ഈഴവനും പുലയനും നായരും ശത്രുക്കളാണ്. പക്ഷെ ഗോത്രം ഒന്നാണ്. അപ്പോൾ അതറിയാത്തതാണ് പ്രശ്നം. നമ്മുടെ ഗോത്രത്തെ തിരിച്ചറിയണമെങ്കിൽ സ്വത്വ സംസ്കാരത്തെക്കുറിച്ചറിയണം. വിവിധ ലോക സാഹിത്യങ്ങളും ഹ്യൂമനിസത്തെക്കുറിച്ചും റാഡിക്കൽ ഹ്യൂമനിസത്തെക്കുറിച്ചും സയൻറ്റിഫിക്കലായി പഠിക്കണം. എൻ്റെ ധർമ്മത്തിൽ എനിക്ക് കിട്ടിയത് സത്യസന്ധമായ ധർമ്മമാണ്. അതുകൊണ്ട് തുണിയില്ലാതിരിക്കുന്ന ഒരു പടത്തിൽ ആദ്യമായിട്ട് നായകനാകുന്ന നടനാണ്. എല്ലാം കാണിച്ചിട്ടുണ്ട്. അടുത്ത ഓറയിലും തുണിയില്ലാതെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പം എന്നെക്കുറിച്ച് ഇപ്പോൾ തുണിയില്ലാത്ത ആൾദൈവമല്ല, തുണിയില്ലാത്ത സംവിധായകനെന്നും പറഞ്ഞ് ഒരു ഡോക്യുമെൻ്ററി നമ്മൾ എഡ്വാർഡ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും എന്തു ആയിക്കോട്ടെ, ഞാനീ പറയുന്നത് ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തിന് ജ്ഞാനപ്രദമായിട്ട് വരുന്ന ശരിയായ പരിഷ്കരണം അവൻ്റെ ബോധത്തിൽ ബൗദ്ധികമായി സൈദ്ധാന്തികപരമായി അത് വ്യവഹാരമായി എത്തണമെങ്കിൽ നമ്മുടെ അന്വേഷണ ദീപ്തി കാലഘട്ടത്തിനോടൊപ്പം സഞ്ചരിക്കണം. ത്രികാല ബോധം വേണം. ഭൂതകാലത്തിൻ്റെ ചരിത്രം അറിയണം, വർത്തമാന കാലഘട്ടത്തിൻ്റെ ചരിത്രം അറിയണം, പുതിയ സാമൂഹ്യ
മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഇനി വരാൻ പോണ സാമൂഹ്യ മാറ്റങ്ങൾക്ക് അനുസൃതമായ പ്രത്യയശാസ്ത്ര ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകാം. അത് നമ്മുടെ ഒരു പോരാട്ടം, ഒരു റിവല്യൂഷണറി മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ റിവല്യൂഷണറി മൂവ്മെൻറ്റ്. അത്ര ഒരു പൊളിറ്റിക്കൽ റിവല്യൂഷണറി മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ സമൂഹത്തോടൊപ്പം നിൽക്കുന്ന ഒരുയാണ് രുദ്രൻഭായ്. എൻ്റെ ആരോഗ്യപരമായ വീക്ഷണങ്ങളോട് ചേരുന്നവർക്ക് ചേരാം, അല്ലാത്തവർക്കും എനിക്ക് പ്രശ്നമില്ല. എല്ലാ പ്രവാചകന്മാരും എല്ലാ ചിന്തകളും ചെയ്യപ്പെട്ടത് അവരുടെ കാലശേഷമായിരിക്കും. എൻ്റെ കാലശേഷമായിരിക്കും എൻ്റെ ചരിത്രത്തെക്കുറിച്ചും എൻ്റെ പുസ്തകത്തെക്കുറിച്ചും എൻ്റെ ചിന്തകളെക്കുറിച്ച് ലോകം മനസ്സിലാക്കുന്നത്. ഇപ്പം എന്നെ കാണുന്നതെല്ലാം ഒന്നെങ്കിൽ നിങ്ങളുടെ ജാതി ഞങ്ങളുടെ ജാതി എന്ന് വേർതിരിക്കുന്നവന്മാരെ എന്നെക്കുള്ളൂ. എൻ്റെ മതം അവൻ്റെ മതം, എൻ്റെ ദൈവം എന്ന് പറഞ്ഞവനെ എന്നെ വെറുക്കുള്ളൂ. ഞാൻ എൻ്റെ സംസ്കാരവും എൻ്റെ മണ്ണും അതിൻ്റെ ചിന്തയും അതിൻ്റെ ഉപാസനക്രിയകളിലും പരിഷ്കരണമുള്ള നാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളി തൊട്ട് ഇവിടെ ഉയർത്തിയെടുത്ത ആധ്യാത്മികവും ഭൗതികമായ വീക്ഷണമുണ്ട്. മാർക്സിസം എടുത്ത ഇവിടെ ആധ്യാത്മികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാർക്സിസം ഇല്ല അവിടെ. എനിക്ക് അവിടെ ഭാരതീയ ദർശനത്തിൻ്റെ പരിഷ്കരണ സമൂഹത്തിന് പുതിയ പ്രത്യയശാസ്ത്രം അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ യാത്ര. അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹം, നമസ്കാരം, മാനവരൊന്നാകട്ടെ.